ഇന്നത്തെ ടോപ്പിക്ക് കമ്പ്യൂട്ടിംഗ് ടെക്നിക്കിൽ നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന പോർഷനാണ് നോക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്? സോ ട്രഡീഷണലി നമ്മൾ കമ്പ്യൂട്ടിംഗ് ചെയ്തിരുന്നത് ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ എന്ന് പറയും. അപ്പൊ അങ്ങനെ കമ്പ്യൂട്ടിംഗ് ചെയ്യുമ്പോൾ എന്താ അവിടെ പ്രശ്നം? നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? സി സപ്പോസ് ഫോർ എക്സാമ്പിൾ ടാലി അല്ലെങ്കിൽ MS വേർഡ്, MS പവർ പോയിന്റ് ഇങ്ങനെയുള്ള ഓഫീസ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറുകളൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ നമുക്ക് ആക്സസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ആപ്ലിക്കേഷനും അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്തിരിക്കുന്ന ഇൻഫോർമേഷൻസും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോൺ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, ഈസി. അത് മാത്രമല്ല, ആ ആപ്ലിക്കേഷനിൽ പ്രോസസ് ചെയ്തിരിക്കുന്ന ഇൻഫോർമേഷൻ ആയാലും ആ മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ അങ്ങനല്ല. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റത്തിലല്ല, പകരം ക്ലൗഡിലാണ്. So what is cloud? Cloud in technology, it normally means internet. Then cloud computing means computing through the internet or computing by the help of the internet, but we have not installed the software in our computer. സോഫ്റ്റ്വെയർ എന്നത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. അത് സോഫ്റ്റ്വെയർ ആണെന്ന് മാത്രമില്ല. കമ്പ്യൂട്ടിങ്ങിന് പല ടെക്നിക്സും ഉണ്ട്. കമ്പ്യൂട്ടിങ് സ്റ്റോറേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടിംഗ് ആണ്. സ്റ്റോറേജ് ആവാം, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആവാം, ആപ്ലിക്കേഷൻ ആവാം, ഡാറ്റാബേസ് ആവാം, എന്തും ആവാം. ബട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ലാപ്ടോപ്പിലോ മൊബൈലിലോ അല്ലെങ്കിൽ അതർ കമ്പ്യൂട്ടിംഗ് ഡിവൈസസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല, പകരം ഇന്റർനെറ്റിൽ ഒരു സെർവറിന്റെ അകത്താണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അങ്ങനെ സെർവറിന്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡിവൈസസ് അറ്റ് ദ ടൈം നമ്മുടെ കയ്യിലില്ലെങ്കിലും ആ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ സ്റ്റോറേജ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? എക്സാമ്പിൾ, റിയൽ എക്സാമ്പിൾ, ഗൂഗിൾ ഡ്രൈവ്. ഗൂഗിൾ ഡ്രൈവ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് മീഡിയ ആണ്. നമുക്ക് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫോട്ടോസ്, ഇമേജസ് അല്ലെങ്കിൽ എക്സൽ ഷീറ്റിൽ പ്രോസസ് ചെയ്തിരിക്കുന്ന ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ സ്റ്റോർ ചെയ്യും. അപ്പൊ ഇതേ സംഗതി നമുക്ക് നമ്മുടെ ഫിസിക്കൽ ഡിവൈസസിലും സ്റ്റോർ ചെയ്യാം, നമ്മുടെ മൊബൈൽ ഫോണിലും സ്റ്റോർ ചെയ്യാം. സപ്പോസ് നമ്മുടെ മൊബൈൽ ഫോണിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ആ മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഫോട്ടോ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതേസമയം നമ്മളത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അതായത് ഗൂഗിൾ ഡ്രൈവിലാണ് നമ്മൾ അത് സേവ് ചെയ്യുന്നതെങ്കിൽ ഈ മൊബൈൽ ഫോൺ കയ്യിലില്ലെങ്കിലും നമ്മുടെ മെയിൽ ID യൂസ് ചെയ്തിട്ട് വേറൊരു ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ടാബ്ലറ്റിലോ വേറെ ആരുടെയെങ്കിലും മൊബൈലിലോ നമ്മൾ സൈൻ ഇൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഡാറ്റയൊക്കെ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു എക്സാമ്പിളാണ്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലെ ഒരു മോഡൽ മാത്രമാണ് ഗൂഗിൾ ഡ്രൈവ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അവിടെ ഗൂഗിൾ ഡ്രൈവ് നമുക്ക് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് സ്റ്റോറേജ് ആണ്. അതല്ലാതെ നമ്മൾ അതിൻ്റെ അകത്ത് വേറെ പ്രോസസ്സിംഗ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി പ്രോസസ്ഡ് ചെയ്ത ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. അത്തരം ക്ലൗഡ് കമ്പ്യൂട്ടിങ് നമ്മൾ സ്റ്റോറേജ് ആസ് എ സർവീസ് എന്ന് പറയും, സാസ്, സ്റ്റോറേജ് ആസ് എ സർവീസസ്. ഫോർ എക്സാമ്പിൾ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് 1 by 1 ആയിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട്, ബട്ട്
ബേസിക് ഐഡിയ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണെന്നുള്ള ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്റ്റോറേജ് ആസ് എ സർവീസ് എന്നുള്ളൊരു എക്സാമ്പിൾ വെച്ച് നമ്മൾ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ എന്താണ് കൺക്ലൂഡ് ചെയ്തത്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ അകത്ത് ഒരു ആപ്ലിക്കേഷനോ സ്റ്റോറേജ് മീഡിയോ ഒന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാതെ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യാതെ ഇന്റർനെറ്റിൽ വേറെ എവിടെയെങ്കിലും ഒരു സെർവറിൽ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ട് ബട്ട് നമ്മുടെ കയ്യിലുള്ള യൂസർ ഇന്റർഫേസസ്, നമ്മുടെ ഫ്രണ്ട് എൻഡിലുള്ള ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടിംഗ് ചെയ്യുന്നതിനെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡിഫറെന്റ് വെറൈറ്റി ഓഫ് സർവീസസ് ആണ് നമുക്ക് തരുന്നത്. അതിനനുസരിച്ച് അതിന്റെ സർവീസ് മോഡൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ടൈപ്പിനെ ക്ലാസിഫൈ ചെയ്യുകയും അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പൊ ഈ ഒരു പിക്ചറിൽ കാണാൻ നമുക്ക് ഫസ്റ്റ് സ്റ്റോറേജ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. സി എവിടെ ചെയ്യുന്നില്ല, നമ്മുടെ ഫിസിക്കൽ ഡിവൈസസിലെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഇന്റർനെറ്റിലാണ്. അപ്പോൾ സ്റ്റോറേജ് എന്നുള്ളത് ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. ദെൻ സെക്കൻഡ് കേസ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ, ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്ലൗഡിലാണെന്നുണ്ടെങ്കിൽ അത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇന്റർനെറ്റിലാണെന്നുണ്ടെങ്കിൽ. ഇപ്പൊ ടാലിയൊക്കെ നമ്മുടെ ഡിവൈസസിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ബട്ട് ഇന്റർനെറ്റിൽ എവിടെയെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ടാലി യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിലോ, അപ്പോൾ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അങ്ങനെ ചെയ്യാൻ പറ്റും. ടാലി തന്നെ ക്ലൗഡ് സർവീസ് ചെയ്യുന്നില്ല എങ്കിലും നമുക്ക് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ടാലിയെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റും. അതല്ലാതെ തന്നെ ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഗാന എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗാന യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഗാന എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എന്താണ്? ആക്ച്വലി അത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. ആ ആപ്ലിക്കേഷൻ ഇന്റർഫേസസ് നമുക്ക് മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഇന്റർഫേസ് മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷെ അതിന്റെ ആപ്ലിക്കേഷൻസും ആ ഗാന എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ പ്ലേ ചെയ്യുന്ന സോങ് ഒക്കെ എവിടെയാണ് സേവ് ചെയ്തിട്ടുള്ളത്? ഗാനയുടെ സെർവറിലാണ്, മീൻസ് ഇന്റർനെറ്റിലാണ്, അല്ലാതെ നമ്മുടെ ഡിവൈസസിലല്ല. അതൊരു എക്സാമ്പിൾ ആണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ. അതുപോലെ ക്വിക്ക് ബുക്സ് ഇൻറ്റ്യൂട്ട് എന്ന് പറയുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആപ്ലിക്കേഷൻ. നമുക്ക് അതിൻ്റെ അകത്ത് യൂസർ ഐ ഡി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഓൺലൈൻ ആയിട്ട് നമുക്ക് അക്കൗണ്ടിങ് ചെയ്യാനൊക്കെ പറ്റും. ദെൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ വേറൊരു മോഡലാണ് ഡാറ്റാബേസ്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ഓഫ് ഡാറ്റ. അൺസ്ട്രക്ചേർഡ് ഡാറ്റേനെ ഓർഗനൈസ് ചെയ്തിട്ട് സ്ട്രക്ചറാക്കി മാറ്റുന്നതാണ് ഡാറ്റാബേസ്. സോ അതിന്റെ എക്സാമ്പിൾ ആയിരുന്നു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മുടെ മൊബൈലിലൊക്കെ നമ്മൾ ഫ്രണ്ട്സിന്റെയും റിലേറ്റീവ്സിന്റെയും കോണ്ടാക്ട്സ് ഒക്കെ ഓർഗനൈസ്ഡ് മാനറിൽ ഈവൻ ആൽഫബറ്റിക് ഓർഡറിലൊക്കെ ചെയ്യുന്നത് ഒരു ഡാറ്റാബേസിന്റെ ചെറിയൊരു എക്സാമ്പിൾ ആണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്. പക്ഷെ ഇതേ സംഗതി തന്നെ നമുക്ക് ക്ലൗഡിൽ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഇന്ന് എല്ലാവരുടെയും മൊബൈലിൽ നമ്മൾ സേവ് ചെയ്യുന്ന കോണ്ടാക്ട്സ് ഒക്കെ ആക്ച്വലി ക്ലൗഡിലാണ് സേവ് ആവുന്നത്. ഇപ്പം ഗൂഗിൾ വെച്ചാണ് നിങ്ങൾ സൈൻ ചെയ്യുന്നത്, ഗൂഗിളിന്റെ സെർവറിലാണ് നമ്മുടെ മൊബൈലിലുള്ള കോണ്ടാക്ട്സ് ഒക്കെ സേവ് ആവുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇൻ കേസ് നമ്മുടെ ഫോൺ കളഞ്ഞു പോയി, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ചേഞ്ച് ചെയ്തു, മൊബൈൽ ചേഞ്ച് ചെയ്യാണ്, പുതിയൊരു മൊബൈൽ വാങ്ങിക്കുകയാണ്, അപ്പൊ നമുക്ക് കോണ്ടാക്ട്സ് ലോസ് ആവും. ബട്ട് ഇതേ മെയിൽ ഐ ഡി വെച്ച് വീണ്ടും പുതിയ ഫോണിൽ നമ്മൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ ആ കോണ്ടാക്ട്സ് ഒക്കെ നമ്മൾ വീണ്ടും റിട്രീവ് ചെയ്യും. ഇതെവിടുന്ന് റിട്രീവ് ചെയ്യുന്നത്? ഗൂഗിളിന്റെ സെർവറിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ മൊബൈലിലുള്ള കോണ്ടാക്ട്സ് എന്ന് പറയുന്നത് ആക്ച്വലി ക്ലൗഡ് ബേസ്ഡ് ഡാറ്റാബേസ് ആണ്. പക്ഷെ അത് അങ്ങനെ ആയിരിക്കണം എന്നില്ല. പഴയ കാലത്തുള്ള ടച്ച് ഫോണിലൊക്കെ നമ്മൾ ക്ലൗഡ് ബേസ്ഡ് അല്ല, നമ്മുടെ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ തന്നെയാണ് നമ്മൾ കോണ്ടാക്ട്സ് സേവ് ചെയ്യുന്നത്. പിന്നെ സെർവർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു സെർവർ, അതായത് നമ്മുടെ കമ്പ്യൂട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള CPU കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ഒക്കെ സെർവർ എന്ന രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സെർവർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയാം. സോ അതുപോലെ മൊബൈൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് മൊബൈൽ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടിംഗ് സർവീസസ് ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഫിസിക്കൽ ഡിവൈസസിലല്ല നമ്മൾ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്റ്റോറേജ് അല്ലെങ്കിൽ ഡാറ്റാബേസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, എവിടെയാണ്? ക്ലൗഡിലാണ്, മീൻസ് ഇന്റർനെറ്റിലാണ്. അത്തരം കമ്പ്യൂട്ടിങ്ങിനെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? നൗ എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ മെറ്റീരിയലിൽ? വാട്ട് ഈസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളത്? The cloud refers to the application, services and data storage in the
ഇന്റർനെറ്റ്. അപ്പൊ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ അത് ആപ്ലിക്കേഷൻ ആവാം, സർവീസസ് ആവാം, അല്ലെങ്കിൽ ഡാറ്റ ആവാം, സ്റ്റോറേജ് ഫെസിലിറ്റി ആവാം. ബട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഇന്റർനെറ്റിലാണ്. ദെൻ cloud computing simply means the use of computing resources as a services through network, typically the internet. The internet is commonly visualized as a cloud, hence the term cloud computing for computation done through the help of internet. Then cloud-based storage make it possible to save files to a remote database and retrieve them on demand. ഒരു റിമോട്ട് ഡാറ്റാബേസ് എവിടെ നമുക്ക് ആക്സസ് ഇല്ല, വേറെ എവിടെയാണുള്ളത്, ആക്സസ് പ്രൊവൈഡ് ചെയ്യും, ബട്ട് ത്രൂ ഇന്റർനെറ്റ് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. ഫിസിക്കലി ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഫിസിക്കലി ആക്സസ് ഇല്ല, ലോജിക്കലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മൾ അതിനെ റിമോട്ട് ആക്സസ് എന്ന് പറയുന്നത്. ലോജിക്കലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓൺ ഡിമാൻഡ് ത്രൂ ഇന്റർനെറ്റിലൂടെ നമുക്ക് ആ സർവീസസ് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ? ഇതാണ് നമ്മുടെ മെറ്റീരിയൽ തന്നിട്ടുള്ള ഡെഫിനിഷൻസ്. നൗ സർവീസസ് ക്യാൻ ബി ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. സർവീസസ് ആർ പ്രൊവൈഡഡ് ഓൺലൈൻ ഫോർ എ ഫീ വൈൽ പ്രൈവറ്റ് സർവീസസ് ആർ ഹോസ്റ്റഡ് ഓൺ നെറ്റ്വർക്ക് ടു സ്പെസിഫിക് ക്ലയൻസി. അത് ആ ഒരു സെന്റൻസ് ഉദ്ദേശിക്കുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. ക്ലൗഡ് കമ്പ്യൂട്ടിങ് പ്രൈവറ്റ് ക്ലൗഡ്, പബ്ലിക് ക്ലൗഡ്, ഹൈബ്രിഡ് ക്ലൗഡ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്. അത് തന്നെ വിത്ത് ഫീസും അല്ലെങ്കിൽ നമുക്ക് പേയ്മെന്റ് ചെയ്തിട്ട് എക്സ്ട്രാ പേയ്മെന്റ് ചെയ്തിട്ട് ചെയ്യാവുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവ് ഒക്കെ നമുക്ക് 15 GB വരെയൊക്കെ സ്റ്റോറേജ് ഫ്രീ ആയിട്ടാണ് ഗൂഗിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട്. അതല്ലാതെ നമുക്ക് അഡീഷണൽ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ തന്നെ അഡീഷണൽ ഫെസിലിറ്റീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ മോഡ്യൂൾസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യണം. നോർമൽ പേയ്മെന്റ് ബേസിസ് ആണ്. നൗ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. സോ എനിക്കറിയാം ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളത്. ഇതൊക്കെ നിങ്ങൾ ഇൻ ഡെയിലി ലൈഫ് യൂസ് ചെയ്ത് വരുന്ന കാര്യം തന്നെയാണ്, പക്ഷെ അത് ടെക്നിക്കൽ വേർഡ്സിൽ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്യുന്നുണ്ട്. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ഇമെയിൽ, ജിമെയിൽ എന്ന് പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ജിമെയിൽ എന്ന് പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ മൊബൈലിലാണ് ആക്ച്വലി ജിമെയിൽ യൂസ് ചെയ്തിട്ട് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. ബട്ട് എവിടെയാണ് അത് സേവ് ആകുന്നത്? ഗൂഗിളിന്റെ സെർവറിലാണ്. അപ്പൊ ഗൂഗിളിന്റെ സെർവറിൽ സേവ് ആകുന്നത് കൊണ്ടാണ് ആ സെയിം മെയിൽ നമുക്ക് എവിടുന്ന് വേണമെന്നുണ്ടെങ്കിലും ഓപ്പൺ ചെയ്ത് വീണ്ടും റീഡ് ചെയ്യാൻ പറ്റുന്നത്. അതായത് അതേ സമയത്ത് നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ റിസീവറുടെ മൊബൈലിലോ ആണ് ആ മെസ്സേജ് സേവ് ആകുന്നതെങ്കിൽ ഓഫ് കോഴ്സ് പിന്നീട് നമുക്കത് റീഡ് ചെയ്യാനോ ഫോർവേഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പൊ ഗൂഗിളിന്റെ സെർവറിലാണ് നമ്മൾ ജിമെയിലിൽ അയക്കുന്ന മെയിലൊക്കെ സേവ് ആകുന്നത്. അപ്പോൾ ജിമെയിൽ എന്ന് പറയുന്ന ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. ഇന്റർനെറ്റിലാണ് അതിന്റെ ആപ്ലിക്കേഷൻ സെർവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതും അതിന്റെ സ്റ്റോറേജും പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത് ഇന്റർനെറ്റിലാണ്. നൗ എന്തൊക്കെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഫസ്റ്റ് വൺ, ഇലാസ്റ്റിസിറ്റി ആൻഡ് സ്കെയിലബിലിറ്റി. ഈ സർവീസസ് നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. ഇലാസ്റ്റിസിറ്റി ആൻഡ് സ്കെയിലബിലിറ്റി എന്നുള്ള പോയിന്റ് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ സെയിം എക്സാമ്പിൾ വെച്ച് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവ് സ്റ്റോറേജ് മീഡിയ ആണ്. 15 GB വരെ അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരും. ബട്ട് 15-ൽ കൂടുതൽ നമുക്ക് സ്റ്റോറേജ് വേണം. നമ്മൾ ബിസിനസിന്റെ ഡാറ്റ പ്രോസസ് ചെയ്യുന്നവരാണ്, നമുക്ക് 15 GB ഒന്നും മതിയാവില്ല. ദെൻ അഡീഷണൽ ഫീ പേ ചെയ്തിട്ട് നമുക്ക് എന്ത് വാങ്ങിക്കാം? കൂടുതൽ സ്റ്റോറേജ് സ്പേസ് വാങ്ങിക്കാം. അത് നോർമലി ഗൂഗിളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മന്ത്ലി റെന്റിന് അല്ലെങ്കിൽ ആനുവൽ റെന്റിനൊക്കെയാണ്. ദെൻ പേ പെർ യൂസ്. ഈ ഒരു പോയിന്റ് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്നതിന് മാത്രമേ നമ്മൾ പേ ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇപ്പോൾ ട്രഡീഷണൽ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ ആണ് സ്റ്റോറേജ് മീഡിയ. അപ്പൊ നമുക്ക് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഫിസിക്കലി ചെയ്യാം? നമുക്ക് ഹാർഡ് ഡ്രൈവ് വാങ്ങിക്കാം. ഹാർഡ് ഡ്രൈവ് വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ ഫോട്ടോസ് ഒക്കെ നമുക്ക് കോപ്പി ചെയ്ത് വെക്കാം. പക്ഷെ ഹാർഡ് ഡ്രൈവ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും സ്റ്റോറേജ് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഹാർഡ് ഡ്രൈവിന്റെ കപ്പാസിറ്റി കമ്പനി ഇത്രയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ 1 TB ഹാർഡ് ഡ്രൈവ് ആണെങ്കിൽ 1 TB നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ.
അല്ലെങ്കിൽ അതിനനുസരിച്ച്. അതല്ലാതെ നമുക്ക് 10 GB മതി, അല്ലെങ്കിൽ 5 GB മതി, 15 GB മതി, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഹാർഡ് ഡ്രൈവ് വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷെ ക്ലൗഡിൽ സ്റ്റോറേജ് വാങ്ങിക്കുന്നത് നമുക്ക് പേപ്പർ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് പേ ചെയ്തിട്ട് ആ ഒരു സർവീസ് മാത്രം വാങ്ങിയാൽ മതി. നമുക്ക് ആവശ്യമില്ലാത്തത് വാങ്ങിയിട്ട് കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പെർ യൂസ് എന്താണോ യൂസ് ചെയ്യുന്നത് അതിന് പേ ചെയ്താൽ മതി. അപ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ 15 GB ആണെങ്കിൽ ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പോൾ 5 GB എനിക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ 5 GB പൈസ കൊടുത്ത് വാങ്ങിക്കുക, അതിനനുസരിച്ച് യൂസ് ചെയ്യുക. ഇനി വീണ്ടും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ. ഇപ്പൊ നേരത്തെ നമ്മൾ ഒരുപാട് സ്പേസ് നേരത്തെ വാങ്ങിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്താണ് ആവശ്യം അത് വാങ്ങിക്കുക, അതിന് വേണ്ടി പേ ചെയ്യുക. അപ്പൊ നമുക്ക് പരമാവധി കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അഡീഷണൽ സ്പേസ് വെറുതെ അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള സ്പേസ് പോവില്ല സ്റ്റോറേജിന്റെ കാര്യത്തിൽ. അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടിങ്ങിന്റെ കാര്യവും. നൗ ഓൺ ഡിമാൻഡ്, നമുക്ക് ഡിമാൻഡ് ചെയ്യുമ്പോഴും ഇത് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ? ഫിസിക്കൽ ഡിവൈസസ് അങ്ങനെ പറ്റുമോ? ഫിസിക്കൽ ഡിവൈസസ് നേരത്തെ പർച്ചേസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നമ്മൾ പർച്ചേസ് ചെയ്യണം. അത് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ ഡിവൈസസിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ബട്ട് ഇതങ്ങനെയല്ല. ഇത് നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ അത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാണ്, ലോഗിൻ ചെയ്യുക, യൂസ് ചെയ്യുക. ഓൺ ഡിമാൻഡ് ആണ്. നമുക്ക് എപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നോ ആ സമയത്ത് കിട്ടും. എനി ടൈം എനിവേർ ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ? ജിമെയിൽ അങ്ങനെയല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. നൗ റിസൈലൻസ്. സോ ഇതിന്റെ ഒരു കപ്പാസിറ്റിയാണ്, അതായത് റിസൈലൻസ് ഉദ്ദേശിക്കുന്നതിന്റെ എബിലിറ്റി. അൺലൈക്ക് ഇൻസ്റ്റാൾഡ് സിസ്റ്റം ആവുമ്പം അതിന്റെ എബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ അല്ല, ആ ഹാർഡ്വെയറിന്റെ കോൺഫിഗറേഷൻസിനൊക്കെ അനുസരിച്ചായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതും അതിന്റെ പ്രോസസ്സിംഗ് സ്പീഡ്, കപ്പാസിറ്റി എന്താണെന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് അതിന്റെ എബിലിറ്റി. പക്ഷെ ഇവിടെ റിസൈലൻസി മീൻസ് ഇത് സെർവറിൽ, അത് വേറൊരു സെർവറിലാണ് ചെയ്തിട്ടുള്ളത്. ഓഫ്കോഴ്സ് ആ സെർവറിന് അതിന് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അധികം ഹാർഡ്വെയർ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരില്ല. നമുക്ക് വിത്ത് മിനിമം ഹാർഡ്വെയറിൽ തന്നെ ഈ ഒരു പ്രോസസ്സിംഗ് കപ്പാസിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നൗ നെക്സ്റ്റ് പോയിന്റ്, മൾട്ടി ടെനൻസി. മീനിങ് ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ യൂസേഴ്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ അകത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ ജിമെയിൽ അക്കൗണ്ട് എനിക്ക് എൻ്റെ മൊബൈലിൽ ആക്സസ് ചെയ്യാം, എൻ്റെ കമ്പ്യൂട്ടറിൽ ആക്സസ് ചെയ്യാം, ടാബ്ലറ്റിൽ ആക്സസ് ചെയ്യാം. ഇനി വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടറിൽ എനിക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡിവൈസസിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ യൂസേഴ്സിന് അറ്റ് ദ സെയിം ടൈം ഈ ഡിവൈസസ് വെച്ചിട്ട് ഈ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇസ് മൾട്ടി ടെനൻസി. ദെൻ വർക്ക് ലോഡ് മൂവ്മെന്റ്. വർക്ക് ലോഡ്, നമ്മൾ വർക്കിന്റെ ലോഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലൗഡിൽ നിന്ന് തന്നെ, ഫോർ എക്സാമ്പിൾ സ്റ്റോറേജ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറേജ് ഡിവൈസിൽ നിന്നും വേറൊരു സ്റ്റോറേജിലേക്ക് നമുക്ക് ഈസിലി മൂവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇറ്റ് ഇസ് ഓൾറെഡി ദർ ഇൻ ക്ലൗഡ് ഓർ ഇന്റർനെറ്റ്. സോ അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, ഫിസിക്കൽ ഡിവൈസസിലല്ല. സോ അതുകൊണ്ട് എന്താ, കമ്പനിക്ക് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ഇൻസ്റ്റാൾ ചെയ്ത സംഗതിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഓർഗനൈസേഷനിൽ പോയാൽ മാത്രമേ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ക്ലൗഡിലായതുകൊണ്ട് തന്നെ ഫീൽഡ് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൺ ദ വേ ഈ സ്റ്റോറേജ് അല്ലെങ്കിൽ ഡാറ്റ എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം. ദെൻ വൈഡ് റേഞ്ച് ഓഫ് നെറ്റ്വർക്ക് ആക്സസ് കപ്പാസിറ്റീസ്. ത്രൂ നെറ്റ്വർക്ക് എവിടെ ഉണ്ടോ ആ നെറ്റ്വർക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസിലൊക്കെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വേറെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. നൗ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? നമ്മൾ ട്രഡീഷണൽ ബേസിസിൽ ഇൻസ്റ്റാൾഡ് കമ്പ്യൂട്ടിംഗ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റാൾഡ് കമ്പ്യൂട്ടിങ്ങിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിനൊരു അഡ്വാൻറ്റേജസ് വേണം, എന്തെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ക്ലൗഡ് കമ്പ്യൂട്ടിങ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡിവൈസസിൽ യൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പം കമ്പയർ ചെയ്യുമ്പോഴേ ഇൻസ്റ്റാൾഡ് കമ്പ്യൂട്ടിങ്ങും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും
കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ വൈ വി ഷുഡ് ഗോ ഫോർ എ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്? സി, achieve economies of scale. What is economics of scale? ലാർജ് സ്കെയിലിൽ നമ്മളൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ലാർജ് സ്കെയിലിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചറിങ് കമ്പനി ഒരു സിംഗിൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 രൂപ കോസ്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതേ ഒരു പ്രോഡക്റ്റ് ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യണം, ഫോർ സെയിം പ്രോഡക്റ്റ് 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും 10 രൂപയാവില്ല, അത് 8 രൂപയോ 7 രൂപയൊക്കെ ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഓഫ് കോഴ്സ് ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഈ ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ ഒരു അഡ്വാൻറ്റേജസ് ആയി വരുന്നത്? നമ്മളെ കമ്പ്യൂട്ടിങ് ലാർജ് സ്കെയിലാണ്. നമ്മുടെ ഓർഗനൈസേഷൻ ബിഗ് ഓർഗനൈസേഷൻ ആണ്, മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻ ആണ്. നമ്മുടെ ഓർഗനൈസേഷന് ഈവൻ ഇന്ത്യ മാത്രമല്ല, അക്രോസ് ദ വേൾഡ് ബ്രാഞ്ചസ് ഉണ്ട്, സബ്സിഡിയറീസ് ഉണ്ട്. സോ ഇതിന്റെ എല്ലാ ഡാറ്റാബേസസും നമുക്ക് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യണം. അപ്പൊ നമ്മുടെ സ്കെയില് ലാർജ് ആയി, അത്രയും ഡാറ്റ പ്രോസസ്സിംഗ് ഉണ്ട്. സോ അപ്പൊ പ്രോസസ്സിങ്, കമ്പ്യൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന റിസോഴ്സസ്, കോസ്റ്റ് നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഒരു സ്റ്റോറേജ് ഡിവൈസസ് നമ്മൾ ഒരു സെർവറായിട്ട് അറ്റ് എ ലൊക്കേഷനിൽ, ഒരു ലൊക്കേഷനിൽ മാത്രമാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മുടെ ഓർഗനൈസേഷൻ അക്രോസ് ദ വേൾഡ് സ്പ്രെഡ് ആയിട്ട് കിടക്കുകയാണ്, ബട്ട് സ്റ്റോറേജ് ഡിവൈസസ് നമ്മൾ ഒരു പോയിന്റിൽ മാത്രമാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ആ സ്റ്റോറേജ് ഡിവൈസസ് ആണ് ഇന്റർനെറ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് എൻറ്റയർ ഓർഗനൈസേഷന്റെ ബ്രാഞ്ചസും യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ, നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതാണ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്നുള്ള അഡ്വാൻറ്റേജസ്. ദെൻ വാട്ട് ഇസ് നെക്സ്റ്റ്? റെഡ്യൂസ് സ്പെൻഡിങ് ഓൺ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ. ഓഫ് കോഴ്സ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ഉണ്ടെങ്കിൽ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ മീൻസ് ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഹാർഡ്വെയർ ഡിവൈസസ് വേണം? പ്രോസസ്സിംഗ് യൂണിറ്റ് വേണം, സ്റ്റോറേജ് വേണം, നെറ്റ്വർക്ക് വേണം. അപ്പൊ ഇതൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ, ഹാർഡ്വെയർ റിസോഴ്സസ്. ഈ ഹാർഡ്വെയർ റിസോഴ്സസ് ഒക്കെ പരമാവധി നമുക്ക് കുറച്ചു കൊണ്ടുവരാനും അതിലൂടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും പറ്റും. നൗ ഗ്ലോബലൈസ് ദ വർക്ക് ഫോഴ്സ്. നമ്മുടെ ഓർഗനൈസേഷൻ മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻ ആയിട്ട് മാറ്റാൻ പറ്റും. കാരണം നമ്മുടെ ഡാറ്റ പ്രോസസ് ചെയ്യുന്നത് സെൻട്രലി ആണ്, ഒരു സിംഗിൾ സെർവറിലാണ്. അതുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും ഏത് എംപ്ലോയീസും ലോകത്തിന്റെ ഏത് കോണിൽ വെച്ചും ഈ ഡാറ്റ ആക്സസ് ചെയ്യാനും അതിൻ്റെ അകത്ത് പ്രോസസ് ചെയ്യാനും പറ്റും. കാരണം നമ്മുടെ ആപ്ലിക്കേഷൻ ഇരിക്കുന്നത് സെൻട്രൽ സെർവറിലാണ്, ഏതെങ്കിലും ഒരു ഓഫീസിലോ ബ്രാഞ്ചിലോ അല്ല, എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അപ്പൊ നമ്മുടെ വർക്ക് ഫോഴ്സ് ഗ്ലോബലൈസ് ചെയ്യുക മീൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പം ഞാനൊരു കണ്ണൂർ ഒരു ഓർഗനൈസേഷൻ തുടങ്ങുകയാണെങ്കിൽ കണ്ണൂർ തന്നെയുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക്. ലോകത്ത് എവിടെയുള്ള എംപ്ലോയീസിനെ വെച്ചും എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഒരു COVID-19 സിറ്റുവേഷനിൽ നമ്മൾ വർക്ക് ഫ്രം ഹോം എന്ന സ്കീമിലൂടെ എംപ്ലോയീസിനൊക്കെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റിയത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ആണ്. എല്ലാ കമ്പനിയുടെയും സെർവർ ക്ലൗഡിലാണുള്ളത്. അതുകൊണ്ടാണ് ഈ COVID-19 സിറ്റുവേഷനിൽ എന്ത് പറ്റിയത്, വർക്ക് ഫോഴ്സ് അവിടെ വീട്ടിലിരുന്ന് തന്നെ ജോബ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. നൗ സ്ട്രീം ലൈൻ ബിസിനസ് പ്രോസസ്. സോ ബിസിനസ് പ്രോസസ് സ്ട്രീം ലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ന്യൂ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ആ ഓർഗനൈസർ സ്ട്രക്ചറിൽ നമ്മൾ ഡിഫറൻസ് വരുന്നു. നേരത്തെയുള്ള പോലെയല്ല, ഫിസിക്കലി എല്ലാ കാര്യങ്ങൾ കുറെ ലോജിക്കലി നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് പുതിയ രീതിയിലേക്ക് ബിസിനസ്സിനെ കുറച്ചുകൂടി സീംലെസ് ആയിട്ട് ഹഡിൽസ് ഒക്കെ എന്താ പറയുക ഓവർകം ചെയ്തിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അല്ലെ. ഈ പറഞ്ഞ പോലെ തന്നെ കോവിഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമുക്ക് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ആ ബിസിനസ് പ്രോസസ് നമ്മൾ സ്ട്രീം ലൈൻ ചെയ്തു. അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, നൗ വാട്ട് ഇസ് നെക്സ്റ്റ്? റെഡ്യൂസ് ക്യാപിറ്റൽ കോസ്റ്റ്. ക്യാപിറ്റൽ മീൻസ് ഇൻവെസ്റ്റ്മെന്റ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനെയാണ് ക്യാപിറ്റൽ എന്ന് വിളിക്കുക. ഓഫ് കോഴ്സ് നമുക്ക് കമ്പ്യൂട്ടിംഗ് ടെക്നോളജി നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേണം.
അവിടെ ഹ്യൂജ് ഹാർഡ്വെയർ റിസോഴ്സസ് വേണം, ഈവൻ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യണം. പക്ഷെ ഇതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ വാല്യൂ കൊടുക്കണം, അല്ലെ? പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ വാല്യൂ കൊടുക്കണം. പക്ഷെ പർച്ചേസ് ചെയ്യാതെ നമ്മൾ റെന്റിന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, നമുക്ക് ആവശ്യം ഉള്ള റിസോഴ്സസിന് വേണ്ടി മാത്രം നമ്മൾ പേ ചെയ്താൽ മതി, അല്ലാതെ ഫുൾ റിസോഴ്സസിന് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാപിറ്റൽ കോസ്റ്റ് നമുക്ക് പരമാവധി റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. Now, easy access to information or application. സോ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, എവിടെ നിന്ന് വേണമെങ്കിലും നമ്മുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ മൊബൈൽ എടുക്കാൻ മറന്നുപോയി എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഡാറ്റ നമുക്ക് കിട്ടാതില്ല. നമുക്ക് ഗൂഗിൾ ഡ്രൈവിലുള്ളത് കൊണ്ട് എവിടെന്നെങ്കിലും ഒരു സിസ്റ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഡാറ്റ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റും. സോ ഈസി ആക്സസ്. ദെൻ പെർവേസീവ് ആക്സസിബിലിറ്റി. പെർവേസീവ് മീൻസ് എനിവെയർ ആക്സസിബിലിറ്റി. എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം, കാരണം അത് ഇന്റർനെറ്റിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. ദെൻ ബാക്കപ്പ് ആൻഡ് റിക്കവറി. ബാക്കപ്പ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ഫിസിക്കൽ ഡിവൈസസിലെ ഡാറ്റ ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും റിക്കവർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നത്. സോ പക്ഷെ നമ്മൾ ഫിസിക്കൽ ഡിവൈസസിൽ പ്രോസസ് ചെയ്യുന്ന ഡാറ്റ ഫിസിക്കൽ ഡിവൈസസിൽ തന്നെയാണ് ബാക്കപ്പ് ചെയ്യുന്നതെങ്കിൽ ആ ഡിവൈസസിന് എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ സംഭവിച്ച് അത് നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കപ്പും പോകും, ഒറിജിനൽ ഡാറ്റയും പോകും. എൻ്റെ മൊബൈലിലുള്ള ഡാറ്റ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലുള്ള ഡാറ്റ ഞാൻ എൻ്റെ മൊബൈലിലോ കമ്പ്യൂട്ടറിൽ തന്നെ ബാക്കപ്പ് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈസസ് ഡിസ്ട്രോയിഡ് ആയാൽ എങ്ങനെ എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. പക്ഷെ ഞാൻ ഈ ബാക്കപ്പ് ചെയ്യുന്ന ഡാറ്റ ഇന്റർനെറ്റിലാണ് ബാക്കപ്പ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഡിവൈസസ് കംപ്ലൈന്റ് ആണ്, എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഈ ഒരു ഡാറ്റ എനിക്ക് നെറ്റ്വർക്ക് നിന്ന് ക്ലൗഡിൽ നിന്ന് എനിക്ക് റിക്കവർ ചെയ്തിട്ട് വീണ്ടും പ്രോസസ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വാട്ട്? മോണിറ്റർ പ്രൊജക്ട്സ് മോർ ഇഫക്റ്റീവ്ലി. നമുക്കൊരു അസൈൻമെന്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈസിലി മോണിറ്റർ ചെയ്യാൻ പറ്റും. കാരണം നമുക്കത് ഓർഗനൈസേഷനിൽ പോകണമെന്നില്ല, എനിവെയർ എനി ടൈം ആക്സസ് ആണ്. ഈവൻ വീട്ടിലിരുന്നു കൊണ്ട് പോലും നമ്മുടെ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ലെസ് പേഴ്സണൽ ട്രെയിനിങ് ഈസ് നീഡഡ്. ഓക്കെ, ഇൻസ്റ്റാൾഡ് ആവുമ്പോൾ ആ ഇൻസ്റ്റാൾഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസേഴ്സിന് കൂടുതൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. സോ കമ്പാരിറ്റീവ്ലി ഇൻസ്റ്റാൾഡ് ഡിവൈസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന് ലെസ് ട്രെയിനിങ് മതിയാവുന്നതാണ്. ട്രെയിനിങ് വേണം, ബട്ട് കമ്പാരിറ്റീവ്ലി ലെസ് ട്രെയിനിങ് കിട്ടുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് ആ ഒരു കമ്പ്യൂട്ടിംഗ് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, മിനിമൈസ് മെയിൻ്റനൻസ് ആൻഡ് ലൈസൻസിങ് സോഫ്റ്റ്വെയർ. സോ ലൈസൻസിങ് മീൻസ് നമ്മളൊരു സോഫ്റ്റ്വെയറിനെ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് റെന്റിന് എടുത്താൽ മതി. ഇപ്പൊ ടാലിയൊക്കെ ഇപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗോൾഡ് എന്നാണ് പറയുക ടാലിക്ക്, മൾട്ടി യൂസർ ടാലി ആണെന്നുണ്ടെങ്കിൽ ഗോൾഡ് വേർഷൻ എന്ന് പറയും. അപ്പൊ ആ ഗോൾഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ 65,000 rupees ഒക്കെയാണ് ടാലി. അതേസമയം ടാലി നമ്മൾ ഒരു മാസത്തേക്ക് റെന്റിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 750 rupees നമുക്ക് റെന്റിന് എടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയൊരു എന്താ പറയുക, നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത് കൂടാതെ സോഫ്റ്റ്വെയറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി, അത് വിത്ത് മിനിമം കോസ്റ്റ് ഈ സോഫ്റ്റ്വെയർ നമുക്ക് ലൈസൻസ് ചെയ്തിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റും. സോ ഇതൊക്കെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ നമുക്ക് എടുത്ത് പറയാവുന്ന രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ ലോഡ് ബാലൻസിങ്. സോ ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്റ്റോറേജ് ഡിവൈസസിൽ ഡാറ്റ ഓൾമോസ്റ്റ് ഡാറ്റ ഫുള്ളായി. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും അടുത്തത് സ്റ്റോർ ചെയ്യണം. ഡാറ്റ പ്രോസസ്സിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അപ്പൊ ഇനിയും പുതിയ ഡാറ്റ നമുക്ക് പ്രോസസ് ചെയ്യാനുണ്ട്. അപ്പൊ ഓൾറെഡി ഉള്ള സ്റ്റോറേജ് ഡിവൈസിൽ ഡാറ്റ പ്രോസസ്ഡ് ആണ്, അത് ഫുൾ ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് എവിടെ സ്റ്റോർ ചെയ്യും? അപ്പൊ നമുക്ക് വേറൊരു സ്റ്റോറേജ് ഡിവൈസസ് വേണം. അതാണ് ഫിസിക്കലി നമുക്ക് വരുന്ന പ്രശ്നം. പക്ഷേ ക്ലൗഡിലാവുമ്പോൾ ഈ ലോഡിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് കൂടുതൽ അഡീഷണൽ പേ ചെയ്യുന്നു, വീണ്ടും സ്റ്റോറേജ് ഡിവൈസസിനെ വാങ്ങിക്കുന്നു. നമ്മൾ സ്റ്റോറേജ് കപ്പാസിറ്റി കുറയുന്നതനുസരിച്ച് സ്റ്റോറേജ് വീണ്ടും പർച്ചേസ് ചെയ്യുന്നു, അതിനെ ബാലൻസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു സ്റ്റോറിൽ നിന്ന് വേറെ സ്റ്റോറിലേക്ക് ഈസി നമ്മൾ ഡാറ്റ മൂവ് ചെയ്യാൻ പറ്റും.
ആണ്. ലോഡ് കൂടുമ്പോൾ നമുക്കറിയാം, നോർമലി ഒരു ലോഡ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തതിലേക്ക് മാറ്റുന്നുള്ളത്. സെയിം പ്രോസസ്സ് ടെക്നോളജിക്കലി ഡിജിറ്റലി നമ്മൾ ചെയ്യുന്നത് മാത്രം. നൗ ഇംപ്രൂവ്ഡ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിൾ ആണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുക എന്നുള്ളത്, വെരി ഫ്ലെക്സിബിൾ ആണ് അല്ലേ. ഈസിലി എനി ടൈം ആക്സസ്, 24/7 ആക്സസ്, എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം, ഏത് ഡിവൈസസ് നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം, മൾട്ടി ഡിവൈസസിൽ ആക്സസ് ചെയ്യും. അപ്പൊ ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് വേറെ എന്തുള്ളത്? ഫിസിക്കലി ഇൻസ്റ്റാൾഡ് ആകുമ്പോൾ ഇപ്പൊ എൻ്റെ ലാപ്ടോപ്പിലാണ് ഞാൻ ടാലി ഇൻസ്റ്റാൾ ചെയ്തിരുന്നെങ്കിൽ ആ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടാലി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ക്ലൗഡിലാണെന്നുണ്ടെങ്കിലോ ഏത് ലാപ്ടോപ്പിലും യൂസ് ചെയ്യാം, എവിടെ നിന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏത് ടൈം വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. സോ ഇറ്റ് ഇസ് മോർ ഫ്ലെക്സിബിൾ കമ്പയർഡ് ടു ട്രഡീഷണൽ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റാൾഡ് കമ്പ്യൂട്ടിംഗ് ഡിവൈസസ്. സോ ദിസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് cloud computing. Now drawbacks of cloud computing. So what are they? First, internet connection is lost. Cloud computing ന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്സ് എന്ന് പറയുന്നത് തന്നെ ഇന്റർനെറ്റ് കണക്ഷൻ ആണ്. ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവണം. ആ കണക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റും? കണക്ഷൻ ഉണ്ടായാൽ പോരാ, നമ്മുടെ ഡിവൈസസ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്പീഡുള്ള ഒരു കണക്ഷൻ ആയിരിക്കണം. അതിന്റെ ബാൻഡ് വിത്ത്, ഇന്റർനെറ്റിന്റെ സ്പീഡിനെയാണല്ലോ നമ്മൾ ബാൻഡ് വിത്ത് എന്ന് പറയുന്നത്. അപ്പൊ കണക്ഷന് ബാൻഡ് വിത്ത് കൂടുതലായിരിക്കണം. അപ്പൊ ബാൻഡ് വിത്ത് പോലെ ഇരിക്കും, ഇന്റർനെറ്റിന്റെ സ്പീഡ് പോലെ ഇരിക്കും നമ്മൾ എത്ര സ്പീഡിൽ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് അല്ലെ. ഇപ്പൊ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ ബ്രൗസ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്റർനെറ്റിന്റെ സ്പീഡ് പോലെ ആയിരിക്കും നമ്മൾ ആ വീഡിയോ നമുക്ക് ബഫർ ചെയ്ത് കിട്ടുക. ഏത് ക്വാളിറ്റിയാന്നുള്ളത് പോലും നമ്മുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് ആയിരിക്കും. അപ്പൊ ഇന്റർനെറ്റ് വേണം, ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോസിബിൾ അല്ല. അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ സ്പീഡ് ബാൻഡ് വിത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടിങ്ങിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ അതാണ് ഒരു ഡ്രോബാക്ക് ആക്ച്വലി. ഇന്റർനെറ്റ് ലോസ്റ്റ് ആയില്ലെങ്കിൽ ദെൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഓൾസോ ലോസ്റ്റ്. ദെൻ സെക്യൂരിറ്റി. സെക്യൂരിറ്റി എപ്പോഴാണ് ഇഷ്യൂ ആവുന്നത്? നമ്മൾ പ്രോസസ് ചെയ്യുന്ന ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ഫിസിക്കൽ ഡിവൈസസിലല്ല, പകരം ഇന്റർനെറ്റിലാണ്. സോ അപ്പൊ അതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു എനി ടൈം എനിവെയർ ആക്സസ്. അപ്പൊ എനി ടൈം എനിവെയർ ആക്സസ് എന്ന് പറയുമ്പോഴേ ഒരു തേർഡ് പാർട്ടി, ഒരു ഇൻട്രൂഡർ നമ്മുടെ ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ കിടക്കുന്നുണ്ട്. കാരണം അത് ഇന്റർനെറ്റിലാണുള്ളത്. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിന്റെ അകത്തേക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ അകത്തേക്ക് ഇൻട്രൂഡ് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റ ലീക്ക് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. റിസ്ക് ആണ് കമ്പയർഡ് ടു ഫിസിക്കൽ ഡിവൈസസ്. റിസ്ക് ആണ് ക്ലൗഡിൽ കമ്പ്യൂട്ടിങ് ചെയ്യുന്നത്. അപ്പൊ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് അവിടെ. ദെൻ ഇറ്റ് ഡസ് നോട്ട് പെർമിറ്റ് ദ കൺട്രോൾ ഓൺ ദിസ് റിസോഴ്സസ് ആസ് ദിസ് ആർ നോട്ട് ഓൺഡ് ബൈ ദ യൂസർ ഓർ കമ്പ്യൂട്ടർ. കാരണം നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഡ്രോബാക്സ് വരുന്നത്. നമ്മുടെ ഫിസിക്കൽ കൺട്രോളിലല്ല ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉള്ളത്. ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗൂഗിൾ എന്നുള്ള ആ കോർപ്പറേറ്റിന്റെ കൺട്രോളിലാണ്, എന്റെ കൺട്രോളിലല്ല. അല്ല, അപ്പൊ എനിക്ക് അതിന്റെ ഫുൾ കൺട്രോൾ ഇല്ല. അപ്പൊ ഗൂഗിളിന് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രൈവ് എന്ത് വേണമെങ്കിൽ ചെയ്യാം, അവർക്ക് ഡിലീറ്റ് ചെയ്യാം. പക്ഷെ അവരതങ്ങനെ ചെയ്യില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഡ്രോബാക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്, അവരുടെ കയ്യിലാണ് ഫുൾ കൺട്രോൾ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് അതിനെ ആ ഒരു സെക്യൂരിറ്റി കൺട്രോൾ നമുക്ക് അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ആണ് അത് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു സെക്യൂരിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ഒരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. അത് ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി ഡിറ്റർമിൻ ചെയ്യും. അപ്പൊ നമ്മുടെ കൺട്രോളിലായിരിക്കില്ല, ഫുൾ കൺട്രോൾ എന്തായാലും നമുക്ക് ഉണ്ടാവില്ല. നൗ customers may have to face restriction on the availability of application, operating system and infrastructure option. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ ആണ്. ഏത് പ്രൊവൈഡർ ആണ് നമുക്ക് സർവീസ് ചെയ്യുന്നത്, അവർ സെർട്ടൻ റെസ്ട്രിക്ഷൻസ് നമുക്ക് ചിലപ്പോൾ പറയാം, ഇന്ന ടൈമിലാണ് ചിലപ്പം ആക്സസ് ചെയ്യാൻ പറ്റുക. അതങ്ങനെ ഉണ്ടായിരിക്കണമെന്നില്ല. ബട്ട് സർവീസ് പ്രൊവൈഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് certain times ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ ചില
ഓക്കെ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരു ടെക്നോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഐ തിങ്ക് ഇറ്റ് ഇസ് നെറ്റ്വർക്ക് ഇഷ്യൂ. അപ്പോൾ ഡിസ്കണക്ട് ആയിപ്പോയി. ഐ ഹോപ്പ് നൗ യു ക്യാൻ സീ ആൻഡ് ഹിയർ മീ ക്ലിയർലി. സോ ഇഫ് എനി പ്രോബ്ലം പ്ലീസ് കമൻറ്റ് ഓൺ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, നമ്മളപ്പോൾ ഡ്രോബാക്സിലാണ് ഉണ്ടായിരുന്നത്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡ്രോബാക്സ് ആണ്. നൗ ഇന്റർ ഓപ്പറബിലിറ്റി എന്നുള്ളതാണ് ഡ്രോബാക്സ്. ഇന്റർ ഓപ്പറബിലിറ്റി എന്താ ഉദ്ദേശിക്കുന്നത്? രണ്ട് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ രണ്ട് കമ്പ്യൂട്ടിംഗ് സോഫ്റ്റ്വെയർ എങ്ങനെ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്റർ ഓപ്പറബിലിറ്റി. അതായത് ഇവിടെ അതൊരു ഡ്രോബാക്സ് ആയിട്ട് പറയാൻ കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓക്കെ, നമുക്ക് കുറച്ച് നേരം വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ, നെറ്റ്വർക്ക് കുറച്ച് ഡാറ്റ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് എന്തോ സ്പീഡ് കുറവുണ്ട്. ഫോർ എ വൈൽ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ ഇന്റർ ഓപ്പറബിലിറ്റി. അപ്പോൾ രണ്ട് സിസ്റ്റം പരസ്പരം ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്റർ ഓപ്പറബിലിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനൊരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ഇന്റർനെറ്റിലാണ് ഞാൻ അക്കൗണ്ടിങ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ പിന്നീട് എനിക്ക് വേറെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലേക്ക് ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ആ രണ്ട് സോഫ്റ്റ്വെയർ നമ്മൾ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ ഇഷ്യൂ. അപ്പൊ ഞാൻ ഇപ്പോൾ ടാലിയിൽ നമുക്കറിയാം ചില സോഫ്റ്റ്വെയർ എന്നുള്ള ഡാറ്റയൊക്കെ നമുക്ക് ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ പരസ്പരം രണ്ട് സോഫ്റ്റ്വെയറുകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ഡിവൈസസ് നമ്മൾ എങ്ങനെ എത്രത്തോളം ഇന്റർ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന, അതായത് രണ്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം, ഒരു ക്ലൗഡ് നമ്മൾ നേരത്തെ യൂസ് ചെയ്തു, പിന്നെ വേറൊരു കമ്പനിയുടെ വേറൊരു ക്ലൗഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഴയ ക്ലൗഡിലുള്ള ഡാറ്റയൊക്കെ നമുക്ക് പുതിയ ക്ലൗഡിലേക്ക് മാറ്റണം. അപ്പൊ അത് എത്രത്തോളം സാധ്യമാണെന്നുള്ളതാണ് ഇന്റർ ഓപ്പറബിലിറ്റി നമുക്കൊരു ഡ്രോബാക്സ് ആയിട്ട് ഇവിടെ പറയുന്നത്. മേ ബി അത് എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല.